അൽ മുക്താദിർ ഒരു തട്ടിപ്പ് പ്രസ്ഥാനമാണ്. മൻസൂർ ഒരു വ്യാജ ഡോക്ടറായ തട്ടിപ്പുകാരനാണ്. പാവപ്പെട്ട ആളുകളെ പറ്റിച്ച് അവരുടെ പോക്കറ്റിലെ പണമെടുത്ത് അയാൾ റോൾസ് റോയ്സിൽ കറങ്ങി നടക്കുകയാണ്. ഇപ്പോൾ ആളുകളുടെ മുമ്പിൽ വരാതെ അള്ളാഹുവിന്റെ പേരുപയോഗിച്ചുകൊണ്ട് ആളുകളെ ഭയപ്പെടുത്തുകയാണ്. എന്ന് മാത്രമല്ല, അൽ മുക്താദിർ പുതുതായി വരുമ്പോൾ ആളെ വേണമെന്ന് പറഞ്ഞ് പത്രങ്ങളിൽ പരസ്യം കൊടുത്തു. അൽ മുക്താദിർ പുതിയ കമ്പനി തുടങ്ങാൻ പോകുന്നു, ബിസിനസ് ആക്കാൻ പോകുന്നു, LLP ആക്കാൻ പോകുന്നു, ഒരുപാട് വേക്കൻസികളുണ്ട്, ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം എന്ന് പറഞ്ഞ് വലിയ പരസ്യം കൊടുത്തു. ആ പരസ്യമാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത്. ആലോചിച്ച് നോക്കി തട്ടിപ്പിന്റെ ഒരു വ്യാപ്തി. അതായത് ആളുകൾക്ക് പണം കൊടുത്തിട്ടില്ല, കേസുണ്ട്, മുതലാളി മുങ്ങിയിരിക്കുന്നു, അപ്പോഴും ജനങ്ങളെ പറ്റിക്കാൻ ഇനി ഷെയർ വിൽക്കാം, ആളുകൾക്ക് വേണമെങ്കിൽ അൽ മുക്താദിന്റെ മുതലാളിമാരാവാം, നിങ്ങൾ ഷെയർ വിൽക്കാം, നിങ്ങൾ വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് തട്ടിപ്പ് പുതിയ മേഖലയിലേക്ക് കടത്തുന്നു. എത്ര ദയനീയമായ, എത്ര ഭീകരമായ തട്ടിപ്പാണ് അൽ മുക്താദിർ നടത്തുന്നത്. ഇതേക്കുറിച്ച് മൗനം പാലിക്കാൻ എങ്ങനെയാണ് നമ്മുടെ പത്രങ്ങൾക്ക് കഴിയുന്നത് എന്നതാണ് പ്രസക്തമായ ചോദ്യം. ഇത്തരത്തിൽ ജനങ്ങളെ പറ്റിച്ചാണ് അൽ മുക്താദിർ മുമ്പോട്ട് പോകുന്നത്. എത്ര കാലം ഇവർക്ക് എങ്ങനെ പറ്റിച്ചു മുമ്പോട്ട് പോകാൻ കഴിയും? ആളുകളാവട്ടെ പണം തിരിച്ചു കിട്ടും, സ്വർണം കിട്ടുമെന്ന് കരുതി കേസ് കൊടുക്കാൻ പോലും തയ്യാറാവുന്നില്ല. 2-3 FIR-കൾ ഇട്ടെങ്കിലും പോലീസ് അന്വേഷണം ഒരിടത്തും എത്തിച്ചിട്ടില്ല. മാധ്യമങ്ങൾ ഇതുവരെ ഈ തട്ടിപ്പിനെതിരെ വാർത്ത കൊടുത്തിട്ടില്ല. അൽ മുക്താദിന്റെ പരസ്യം വാങ്ങിയ മാധ്യമങ്ങൾക്ക് അൽ മുക്താദിനെതിരെ വാർത്ത കൊടുക്കാൻ ഭയമാണ്. വാർത്ത കൊടുത്ത മറുനാടിനെതിരെ കേസുമായി അൽ മുക്താദിറിന് വേണ്ടി ചിലർ പോലീസ് സ്റ്റേഷൻ കയറിയിറങ്ങി നടപ്പുണ്ട്. മറുനാടിനെ ഇപ്പോൾ പൂട്ടും, അറസ്റ്റ് ചെയ്യുമെന്നൊക്കെ മുക്താദിന്റെ മുതലാളി പണ്ട് പറഞ്ഞെങ്കിലും ഇപ്പോൾ മുങ്ങിയിരിക്കുകയാണ്.